കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 9 കിലോമീറ്റർ മാത്രം അകലത്തിലായി മനോഹരമായിട്ടുള്ളൊരു വീട്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വില്ല വരുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായിട്ട് നിർമ്മിച്ച ഒരു വീട് ഈ കാണുന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണിത്. ഒരു കണ്ടംപററി സ്റ്റൈൽ എലവേഷനാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു ബാൽക്കണി നമുക്ക് മുകൾ ഭാഗത്ത് കാണാം. ഈ ഭാഗത്താകുമ്പോൾ ക്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല മോഡേൺ ഡിസൈനിൽ തന്നെ വീട് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെയാണ് വീട് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു എലവേഷൻ. ബസ് റൂട്ടിലേക്ക് വെറും 300 മീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത്. ഈ കാണുന്ന റോഡാണ് ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഘടകം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 മീറ്റർ വിട്ടുള്ള നല്ല ഇൻ്റർലോക്ക് ചെയ്ത റോഡ് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മതിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് വരുന്നത്. വൈറ്റ് കളർ പെയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പില്ലർ ഇവിടെ ഉണ്ട്. ഇവിടെ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ വിരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം. ഈ ഭിത്തിയിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ വലിയൊരു ജനൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 പില്ലറുകൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിലും ഈ ഭാഗത്തൊരു പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ ടൈല് വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കിണറും നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലുമാണ് ഈ വീട് വരുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയ സിറ്റ് ഔട്ട്, നീളത്തിലുള്ള സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ വലിയ 2 സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയൊരു സിറ്റ് ഔട്ട്, നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് മെയിൻ ഡോർ. തേക്കുടിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ടിളകൾ തേക്കുടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ലിവിങ് ഏരിയ ആണ്. ഇതാണ് ലിവിങ് സ്പേസ്. അത്യാവശ്യം നല്ല ഒരു ലിവിങ് സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ചെറിയ വിൻഡോ കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. 3 ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ ബോക്സ് വരുന്നത് ഇവിടെയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഇതാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തു നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നല്ലൊരു ഗോൾഡൻ ഫിനിഷ് വരുന്ന വാഷ് ബേസിൻ്റെ ഒരു ഓവൽ ഷേപ്പിലുള്ള വരുന്നുണ്ട്. ഇവിടെ ഒരു പില്ലർ ടാപ്പ്. ഇവിടെ ടൈലാണ്, വാൾ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. താഴെ വാനിറ്റി കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അട്രാക്റ്റീവായിട്ടുള്ള ഈ വാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. വുഡൻ പാനൽ കൊടുത്ത് ഭംഗിയാക്കി. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് കിച്ചൺ. സാധാരണ ഓപ്പൺ കൺസെപ്റ്റാണ്, പക്ഷേ ഇത് ഡോറൊക്കെ കൊടുത്തുള്ള ഒരു കിച്ചണാണ് നൽകിയിരിക്കുന്നത്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിങ്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് സ്റ്റൗ വെക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ L ഷേപ്പിൽ കൗണ്ടർ ടോപ്പ്, താഴെ മുകളിലും കബോർഡ് വരുന്നുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിച്ചൺ വിൻഡോ, ഇവിടെ ഒരു വിൻഡോയും വരുന്നുണ്ട്. ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്നുണ്ട്. ഈ ഭാഗത്ത് വർക്ക് ഏരിയക്കുള്ള സ്പേസാണ്, ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്ത് നൽകുന്നതാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഓക്കെ, ആദ്യം ഈ ബെഡ്റൂം നോക്കാം. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഓക്കെ, തന്നെ അറിയാം, ഏകദേശം ഒരു 13 വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു ജനൽ വരുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് കബോർഡുകളുടെ ഈ സ്റ്റിക്കർ വർക്കുകൾ പൊളിക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് പൊളിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഒരു ഗ്ലാസ് മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ PVC ഡോർ ചെയ്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് വരുന്നത്. ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ട്. ഹാങ് ക്ലോസ്റ്റ് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. ഇവിടെ വാഷ് ബേസിൻ. ഈ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ഷവറും കണ്ടു. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ വാഷ് ബേസിനോട് ചേർന്ന് ഈ ഭാഗത്താണ് വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. ഇത് ഏകദേശം ഒരു 9-10 ആയിരിക്കും ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം വരിക. ഇവിടെ ഒരു ജനൽ, ഒരു 1 പാളിയുള്ള ജനൽ, ഇവിടെ വാർഡ്രോബ്, അതേപോലുള്ള വാർഡ്രോബ് തന്നെ വരുന്നുണ്ട്. ഇത് ബാത്റൂമിൻ്റെ ഡോറും ഫൈബറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് ഈ ബാത്റൂം തിരിച്ചിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്ന വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിൽ വരുന്ന ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഇനി മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാം. നേരത്തെ പറഞ്ഞു ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ താഴെയായിട്ട് ഇൻവെർട്ടറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകളിൽ ആ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് ഗ്ലാസ് ആണ്, പ്ലെയിൻ ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ജനൽ കാണാം. അതുപോലെ കയറി വരുമ്പോൾ വലിയ ഒരു വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. എൽ ഷേപ്പിലാണ് ഈ അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇത് ഫ്രണ്ട് എലവേഷനിൽ വരുന്ന ജനലാണ്. TV യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലൂവർ ഡിസൈൻ വരുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് TV വയ്ക്കാം. താഴെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. മുകളിലത്തെ 2 ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് വലിയ ബെഡ്റൂം. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിൽ വരുന്നത്. ഇവിടെ ജനൽ, ഇവിടെ 2 പാളിയുള്ള ജനൽ, ഇവിടെ വാർഡ്രോബ്, മുകളിൽ സീലിങ്ങിൽ വർക്കും ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് ബാത്റൂമിൽ കാണുന്നത്. ഈ ഭാഗത്ത് ക്ലോസറ്റ്, ഇവിടെ നമുക്ക് ഷവർ ഏരിയയാണ്. മുകളിൽ നിന്നാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനേക്കാൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ബെഡ്റൂം ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നൊരു 14 അടി വലിപ്പം എങ്കിലും ഈ ബെഡ്റൂമിന് ഉണ്ടാവും. ഏകദേശം ഒരു 12 അടി വീതിയും 14 അടി വലിപ്പം നീളവുമുള്ള വലിയ ഒരു ബെഡ്റൂം. ജനൽ 3 പാളികളുടേതാണ് 2 ഭാഗത്തും വരുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ബാത്റൂം. ബെഡ്റൂം പോലെ തന്നെ വിശാലമായിട്ടുള്ള ഏകദേശം നല്ല അതിന് ചേർന്ന ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ്. സെൻറ്റർ ഭാഗത്ത് ഷവർ, ഇവിടെ വാനിറ്റി കൗണ്ടറും വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഇനി യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കാണാനുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയാണ് വരുന്നത്. ഈ ഡോറ് തുറന്നാൽ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുക. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ഷീറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിലാണ് ഈ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറിപ്പോയാൽ നമുക്ക് ടെറസിലേക്ക് എത്താം. ഇനി ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുക. ഈ ഡോറ് തുറന്നാൽ ബാൽക്കണിയാണ്. ഇതാണ് ബാൽക്കണി. വലിയൊരു ബാൽക്കണി തന്നെ വരുന്നുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലാണ്, ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള വലിയൊരു ബാൽക്കണി മുകളിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീട് വരുന്നത് 4 സെൻറ്റിലാണ്. 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകളുള്ള വീട്. വീടിന് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരമുണ്ട്. ചാർട്ടർ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും അതിന് സമീപത്തായിട്ടാണ് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരിക. സമയത്ത് ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, അങ്ങനെ ആരാധനാലയങ്ങൾ എല്ലാം അടുത്തായിട്ട്, മാർക്കറ്റ് എല്ലാം അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വില 85 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങൾ നമ്പർ കൊടുക്കാം, വിളിക്കാവുന്നതാണ്. അപ്പോൾ നന്ദി.